أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أضلنا إلا المجرمون فما لنا من شافعين ولا صديق حميم فلو أن لنا كرة فنكون من المؤمنين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1244 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 99 മുതൽ 104 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أضلنا إلا المجرمون فما لنا من شافعين ولا صديق حميم فلو أن لنا كرة فنكون من المؤمنين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 99 മുതൽ 104 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനതയോട് നടത്തിയ ആശയ സംവാദത്തിനെ തുടർന്ന് പാരത്രിക ജീവിതത്തിലേക്ക് എത്തുന്ന ഘട്ടത്തില് തനിക്ക് സൗഭാഗ്യകരമായൊരു പരിണതി നൽകണമേ, തന്റെ പിതാവിന് പുറത്തു കൊടുക്കണമേ, ഉയർത്തെഴുന്നേൽപ്പ് നാളില് തന്നെ അപമാനിതനാക്കരുതേ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഒരു സന്ദർഭത്തിലാണ് പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരണം തുടർന്ന് അള്ളാഹു നൽകുന്നത്. അന്യൂനമായ ഒഴുക്കുത്തേൽക്കാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവരൊഴികെ മറ്റുള്ളവരൊക്കെയും തന്നെയും തങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒന്നും തങ്ങൾക്ക് ഉപകരിക്കാത്ത ഏറ്റവുമേറെ ദൈന്യതയുള്ള ഒരവസ്ഥയിലായിരിക്കും എന്നതാണ് സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. സ്വർഗം ഭക്തന്മാരായ ദൈവദാസന്മാർക്ക് കാണിക്കപ്പെടുന്നു. പിഴച്ച മാർഗം ബോധപൂർവം സ്വീകരിച്ച് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് നരകം കാണാൻ സാഹചര്യമൊരുക്കുന്നു. അവരോട് ചോദിക്കപ്പെടുന്ന കാര്യം അയ്നമാ കുന്തും തഅ്ബുദൂൻ, നിങ്ങൾ ആരാധ്യന്മാരായി കണ്ടിരുന്ന നിങ്ങളുടെ ആരാധനാപാത്രങ്ങളൊക്കെ എവിടെ പോയി? മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചിരുന്നവരൊക്കെ എവിടെ പോയി? അവര് ഹൽ യൻസുറൂനക്കും, അവര് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി രംഗത്തുണ്ടോ? ഔ യന്തസുറൂൻ, അവര് സ്വയം തന്നെ സഹായം ലഭിക്കുന്നവരാണോ അല്ലെങ്കിൽ സഹായിക്കാൻ കഴിയുന്നവരാണോ എന്നാണ് അവരോട് ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. തുടർന്ന്
അവരെല്ലാവരും തന്നെ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ഫകുബ്കിബു ഫീഹ ഹും വൽ ഗാവൂൻ. ഈ ആരാധിക്കപ്പെട്ടിരുന്നവരും അതുപോലെ പിഴച്ച വഴിയിലൂടെ സഞ്ചരിച്ച ആളുകളും വജുനൂദു ഇബ്ലീസ് അജ്മഊൻ, ഇബ്ലീസിന്റെ സേന ഒന്നാകെയും നരകത്തിലേക്ക് എറിയപ്പെടുന്നു. അവിടെ നരകത്തിൽ പതിച്ച അവസ്ഥയിൽ ഖാലു വഹും ഫീഹ യഖ്തസിമൂൻ, തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവര് ഒരു തിരിച്ചറിവോടുകൂടി പറയുന്ന ഒരു കാര്യം, വമാ തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായിട്ടും നമ്മൾ പിഴച്ച വഴിയിലായി പോയി. ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങളെ ഈ ആരാധ്യന്മാരെ പ്രപഞ്ചങ്ങളുടെ നാഥന് തുല്യനായി കണ്ടുകൊണ്ട് നിങ്ങളെ ആരാധിക്കുക വഴി ഞങ്ങള് പിഴച്ച ആളുകളായി പോയി എന്നാണ് ഒരു തിരിച്ചറിവോടുകൂടി അവര് ആ ഘട്ടത്തിൽ പറയുക. ആ സംഭാഷണത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അവർ പറയുന്നത് വമാ അളല്ലനാ ഇല്ലൽ മുജ്രിമൂൻ, തങ്ങളെ വഴിപിഴപ്പിച്ച ആളുകളെ, നേതാക്കന്മാരെ, സമൂഹത്തിലെ സ്വാധീനമുണ്ടായിരുന്ന പ്രമാണിമാരെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെല്ലാവരും നരകത്തിലേക്ക് എറിയപ്പെട്ടിരിക്കുകയാണ്. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വഴിപിഴച്ച ആളുകൾ ആ സമയത്ത് പറയുക, വമാ അളല്ലനാ ഇല്ലൽ മുജ്രിമൂൻ, ഈ കുറ്റവാളികൾ ആണ് ഞങ്ങളെ വഴിപിഴപ്പിക്കുകയുണ്ടായത്. ഈ കുറ്റവാളികളല്ലാതെ മറ്റാരും ഞങ്ങളെ വഴിപിഴപ്പിച്ചിട്ടില്ല. ആ ഘട്ടത്തിൽ അവരുടെ നേതാക്കന്മാരും അവരുടെ ആരാധ്യന്മാരും ഒക്കെ ആയിരുന്ന ആ വലിയ സ്വാധീനമുണ്ടായിരുന്ന ആളുകളെ കുറിച്ച് അവർ പറയുന്നത്, അവരെ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് മുജ്രിമൂൻ എന്നാണ്, കുറ്റവാളികൾ എന്നതാണ്. കാരണം ഇപ്പോ അവർക്ക് എല്ലാ നിലക്കും ബോധ്യമായിരിക്കുകയാണ്, ഈ ഫാജിറുകളും മുജ്രിമുകളുമായ തെമ്മാടികളായിരുന്നു തങ്ങളെ വഴിപിഴപ്പിക്കുകയുണ്ടായത്. അവര് കാരണമായിട്ടാണ് തങ്ങൾ തെറ്റായ ജീവിത സരണിയിലൂടെ സഞ്ചരിക്കാൻ കാരണമായിട്ടുള്ളത് എന്നത് അവർ തിരിച്ചറിയുകയാണ്. അപ്പൊ അവര് പറയുന്ന കാര്യം ഇതാണ്, വമാ അളല്ലനാ ഇല്ലൽ മുജ്രിമൂൻ, ഈ കുറ്റവാളികളാണ് തീർച്ചയായിട്ടും ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞത്. ഫമാ ലനാ മിൻ ഷാഫിഈൻ, ഇന്നിപ്പോ ഞങ്ങൾക്ക് ശുപാർശകരായിട്ട് ഒരാളും ഇല്ലതാനും. ഞങ്ങൾ ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്നവരാണ്. വിഗ്രഹങ്ങളായാലും ആൾദൈവങ്ങളായാലും ജനങ്ങളുടെ ആചാര്യന്മാരായിട്ട് ജീവിച്ചിരുന്നവരായാലും സത്യം ഉദ്ഘോഷിക്കുകയും അത് പിന്തുടരാൻ അവസരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പിന്തുടർന്ന ആളുകൾക്ക് രക്ഷയുണ്ട് എന്നതല്ലാതെ ഈ ആചാര്യന്മാരെയും പ്രമാണിമാരെയും ജനങ്ങളെ സ്വാധീനിച്ചിരുന്ന ഈ നേതാക്കന്മാരെയും അവരുടെ വാചക കസർത്തുകൾ കേട്ട് അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിലക്കൊണ്ടിരുന്ന ആളുകൾ അവര് ഏറ്റവും വലിയ ഞെട്ടലോടുകൂടിയാണ് ആ ഘട്ടത്തിൽ തിരിച്ചറിയുന്നത്, ഇവര് കൊടിയ വഞ്ചകന്മാരായിരുന്നു, ഇവര് ഞങ്ങളെ വഴിപിഴപ്പിച്ച കുറ്റവാളികളാണ് എന്ന കാര്യം. മാത്രവുമല്ല ഫമാ ലനാ മിൻ ഷാഫിഈൻ, ഇപ്പോ ഞങ്ങൾക്ക് ശുപാർശകരായിട്ട് ആരുമേ ഇല്ല. ഇവരൊക്കെ ശുപാർശകരായിട്ട് എത്തും ദൈവത്തിന്റെ അടുക്കല്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിനോട് ഞങ്ങളുടെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവര് രംഗത്തുണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ ഇവര് ബഹുദൈവത്വത്തിന്റെ ആളുകളായിരുന്നത്. ഈ ആചാര്യന്മാരും പൂജാരിമാരും കാർമ്മികത്വം ചെയ്തിരുന്ന ആളുകളും അതുപോലെ അവര് മുൻനിർത്തി പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹങ്ങളും ഇതൊക്കെ തന്നെയും തങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ അടുക്കല് ശുപാർശ ചെയ്യാൻ എത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഫമാ ലനാ മിൻ ഷാഫിഈൻ, അവരാരും ഞങ്ങൾക്കായിട്ട് ശുപാർശ ചെയ്യാനായി രംഗത്തില്ല. ഞങ്ങൾക്കിന്ന് ശുപാർശകരായിട്ട് ആരുമേ ഇല്ല.
വലാ സദീഖിൻ ഹമീം, ഒരു സ്നേഹം പങ്കിടുന്ന ഒരു കൂട്ടുകാരൻ പോലും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇവരൊക്കെ വലിയ ഞങ്ങളുടെ ആളുകളായിട്ട് നടിച്ചുകൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകളാണ്. പക്ഷെ ഒരു സദീഖ് പോലും, ഒരു സഹചാരിയോ കൂട്ടുകാരനോ ഹമീമായിട്ട്, ആത്മമിത്രമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വിലപിക്കാൻ, ഞങ്ങളുടെ വേദന പങ്കിടാൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരാള് പോലും ഇല്ല. വലാ സദീഖിൻ ഹമീം. ഹമീം എന്നത് ഉറ്റമിത്രം, ആത്മമിത്രം, സ്നേഹം പങ്കിടുന്ന, അല്ലെങ്കിൽ സ്നേഹം അതുപോലെ മാനസിക പിന്തുണ ഒക്കെ നൽകിക്കൊണ്ട് ഒരാൾക്ക് ധൈര്യം പകർന്ന് കൂടെ നിൽക്കുന്ന ഒരാള്. അങ്ങനെ ഒരു സദീഖ്, അങ്ങനെ ഒരു സഹചാരി, അങ്ങനെ ഒരു കൂട്ടുകാരനും ഇല്ല ഇന്ന്. എന്തൊക്കെയായിരുന്നു ഇവരുടെ നിഗളിപ്പും സംസാരവും ഒക്കെ. ഇവര് ആരുടെയൊക്കെ മുന്നിൽ എന്തൊക്കെ നേടിക്കളഞ്ഞു തരും, അല്ലെങ്കിൽ എന്തൊക്കെ വിധത്തിൽ ഞങ്ങൾക്കായിട്ട് നിലക്കൊള്ളും എന്നതായിരുന്നു ഇവരുടെ നാട്യം. പക്ഷെ ഇപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്ന ഈ ഘട്ടത്തില് ശുപാർശകരായിട്ടോ സ്നേഹം നൽകിക്കൊണ്ട് പിന്തുണക്കാൻ കഴിയുന്നവരായിട്ടോ ഒരാളും അവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളോടൊപ്പം ഇല്ല. അവരാരും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല. അപ്പോ ഒരു തിരിച്ചറിവോടുകൂടി അവര് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് തുടർന്നുള്ള ആയത്തിൽ വരുന്നത്. ഫലൗ അന്നലന കറത്തൻ, ഔ ഞങ്ങൾക്ക് ഒന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരവസരം കൂടി പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് അവർ പറയുന്നത്. ഫലൗ അന്നലന കറത്തൻ. കറത്തൻ എന്ന് പറഞ്ഞ അവസരം, ഒരിക്കൽ കൂടി, ഒരാവർത്തി കൂടി എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞ ജീവിത പ്രക്രിയയിലേക്ക് ഒരിക്കൽ കൂടി തിരികെ എത്താൻ, എന്നിട്ട് ഒരുപാട് വഴികൾക്കിടയിൽ നിന്ന് സത്യത്തിന്റെ മാർഗം മാത്രം തെരഞ്ഞെടുത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് വിലപിച്ചുകൊണ്ട് അവർ പറയാം. ഫലോ അന്നലന കറത്തൻ, ഞങ്ങൾക്ക് ഒരു അവസരം കൂടി, ഒരു ആവർത്തി കൂടി ഈ ഒരു ശ്രമം നടത്താൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവര് പറഞ്ഞു പോകുന്നത്. ഫനഖൂന, അപ്പൊ ഒരു അവസരം കൂടി കിട്ടിയ എന്ത് ചെയ്യുന്നാണ് അവർ പറയുന്നത്. ഫനഖൂന മിനൽ മുഅ്മിനീൻ, ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങള് വിശ്വാസികളാകുമായിരുന്നു എന്നാണ് അവരുടെ വ്യാമോഹം. അവർ പറയുന്നത് അങ്ങനെ. അവസരമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരെല്ലാവരും തന്നെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തി. കൺമുന്നിൽ ശിക്ഷ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുറ്റവാളികളായ തങ്ങളുടെ നേതാക്കന്മാരാണ് തങ്ങളെ വഴിപിഴപ്പിച്ചത്. അവരാരും ശുപാർശകരായിട്ടോ അല്ലെങ്കിൽ മാനസികമായി പിന്തുണ നൽകുന്നവരായിട്ടോ ഒന്നും നമ്മളോടൊപ്പം ഇല്ല. ഇപ്പൊ ഒരിക്കൽ കൂടി ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മഹാദ്രോഹികളെ കൈയൊഴിഞ്ഞ് ഞങ്ങള് സത്യമാർഗത്തിൽ കടന്നു വരികയും വിശ്വാസികളായിട്ട് നിലകൊള്ളുകയും ചെയ്യുമായിരുന്നു എന്നാണ് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇതേ വിഷയം, ഇതേ നിലപാട് വിശുദ്ധ ഖുർആൻ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിന്റെ മുമ്പ് ഇവരുടെ ഈ പ്രതീക്ഷയുണ്ടല്ലോ, ഞങ്ങൾക്കൊരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വാസികളാകുമായിരുന്നു എന്നത്. പലപ്പോഴും ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളോട്, പാരത്രിക ജീവിതത്തെ കുറിച്ച് താക്കീത് ചെയ്യുന്ന ആളുകളോട് പലപ്പോഴും പല നിഷേധികളായ ആളുകളും ചോദിക്കാറുള്ളത്, നീ അവിടെ പോയി വന്നതാണോ? നിനക്കത് കാണാൻ പറ്റിയിട്ടുണ്ടോ? നീ എന്ത് കണ്ടുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെയാണ്. എന്നാൽ ഈ താക്കീത് നൽകപ്പെട്ട കാര്യം യാഥാർത്ഥ്യമാവുമ്പോൾ ഈ ആളുകള് സൂചനകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന ഈ ആളുകൾ അവര് വിലപിച്ചു പോകുന്ന കാര്യം ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഒരവസരം വീണ്ടും നൽകുകയാണ് എന്ന് തന്നെ വെക്കുക. എന്നാൽ ഇപ്പോ പാരത്രിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതും അവിടെ ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യങ്ങൾ കാണാനിടയായതും അവരുടെ സ്മൃതിയിലുണ്ടാവും.
അങ്ങനെ സ്മൃതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ രണ്ടാമതൊരു അവസരം കിട്ടുന്നതിന്, അതൊരു പരീക്ഷണമാവുന്നതിന് യാതൊരു സാധ്യതയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഒരേ ഒരു അവസരം മാത്രമാണ് അള്ളാഹു നൽകുന്നത്. ആ അവസരം അള്ളാഹുവിന്റെ ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ സൂചനകളെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ. ഈ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസികളാകുമായിരുന്നു എന്നാണ്. ഒന്നാമത്, ഒരവസരം കൂടി അവർക്ക് നൽകപ്പെടാൻ പോകുന്നില്ല. രണ്ടാമത്, അവര് വിശ്വാസികളാകാനും പോകുന്നില്ല. കാരണം ഈ ആളുകള് ഏതൊരു മനോഘടനയോടുകൂടിയാണോ ഈ ഭൂമുഖത്ത് നേരത്തെ ജീവിക്കേണ്ടായത്, അതേ മനോഘടനയിൽ തന്നെ ആയിരിക്കും വീണ്ടും ഒരു അവസരം കിട്ടിയാലും അവരുണ്ടാകുക. കാരണം ഇപ്പോ കണ്ണിറയെ അവർ കണ്ടിട്ടുള്ള അനുഭവങ്ങളൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. അതൊക്കെ ഓർമ്മിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഈ രണ്ടാമതൊരു അവസരം നൽകപ്പെടുന്നതിന് അർത്ഥം ഉണ്ടാവില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വ്യർത്ഥമായ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കലാണ്. ഇവർ പറയുന്നത് ഞങ്ങൾക്കൊരു അവസരം കൂടി നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസികളാകുമായിരുന്നു എന്നാണ്. ഈ ഒന്നാമത്തെ അവസരം കിട്ടിയപ്പോ തന്നെ യുക്തിയോ ബുദ്ധിയോ സ്വാഭാവികമായ വിധത്തിലുള്ള വിലയിരുത്തലോ ഒന്നും ചെയ്യാതെ വളരെ മൂഢമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരെ വഴിപിഴപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകും, അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ ഇവർക്കും അള്ളാഹു യുക്തിയും ബുദ്ധിയും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. വഴിപിഴപ്പിക്കുന്നവർക്ക് മാത്രമല്ല ഇവരും ഇവരുടെ പുറകിലായിട്ട് വന്ന ഒരുപാട് പേരെ വഴിപിഴപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവര് അങ്ങ് എല്ലാം തികഞ്ഞവര്, ഇവര് പാവങ്ങൾ അതിൽ പെട്ടുപോയതാണ് എന്ന നിലക്കുള്ള ഒരു സിമ്പതിയൊന്നും അന്ന് കാണിക്കപ്പെടുന്നതല്ല. കാരണം ഇവരും ഒരുപാട് പേരെ വഴിപിഴപ്പിക്കുകയാണ് പിന്നീട് അവർക്ക് ശേഷമുള്ളവരുടെ കാര്യത്തിൽ. പൂർവികരിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇതാണ്, ഞങ്ങൾ അതാണ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആൾദൈവ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏകനായ പ്രപഞ്ച സൃഷ്ടാവല്ലാത്ത മറ്റു പലതിനെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ തലമുറകളെയാണ് വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സത്യം കണ്ടെത്താനുള്ള താല്പര്യമോ അത് പിന്തുടരാനുള്ള ആഗ്രഹമോ ഇല്ല. അവർക്ക് ഭൗതിക ലോകത്തുള്ള പല താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നതാണ് അവര് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ. അപ്പോ ഈ ആളുകള് പറയുന്ന കാര്യം ഫനഖൂന മിനൽ മുഅ്മിനീൻ, ഒരവസരം കൂടി നൽകപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വാസികളാകുമായിരുന്നു എന്ന ഇവരുടെ ഈ സംസാരം, അത് തീർത്തും അടിസ്ഥാനരഹിതമായ അസ്വീകാര്യമായ ഒരു സംസാരമാണ്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് ഇന്ന ഫീ ദാലിക ലആയതൻ, ഈ ഒരു കാര്യത്തില് വലിയൊരു ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ എന്തുകൊണ്ടും ഉപകരിക്കുന്ന ഒരു ശക്തമായ സൂചന ഇതില് അടങ്ങിയിട്ടുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ ഏറിയ പേരും വിശ്വാസികളാവുകയേയില്ല. ഈ ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവരുടെ അനുഭവം പാരത്രിക ലോകത്തിന്റെ ജീവിതത്തിന്റെ ആ തുടക്കത്തില് ഇവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ അനുഭവം, അത് തന്നെ വലിയൊരു സൂചനയാണ്. ഈ ആളുകള് അവരുടെ സത്യനിഷേധ നിലപാട് അത് മുരടുറച്ച ഒരു നിലപാടാണ്. അവർക്ക് മറ്റൊരവസരം കിട്ടിയത് കൊണ്ട് അവര് വിശ്വാസികളാകാൻ പോകുന്നില്ല. മറ്റൊരവസരം അവർക്ക് നൽകപ്പെടാനും പോകുന്നില്ല. ഈ അനുഭവം, ഈ കാര്യം മുൻകൂട്ടി അള്ളാഹു നമ്മളെ അറിയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കാലേക്കൂട്ടി അവസരമുള്ളപ്പോ കാര്യങ്ങള് യുക്തിപരമായും ബുദ്ധിപരമായും വിലയിരുത്തി ഉൾക്കൊണ്ട് ശരിയായ മാർഗം തിരഞ്ഞെടുക്കാൻ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ ഏറിയ പേരും വിശ്വാസികളാകാനേ പോകുന്നില്ല. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, തുടർന്ന് അള്ളാഹു പറയുന്നത് നിന്റെ നാഥൻ തീർച്ചയായിട്ടും പ്രതാപവാനാണ്,
നിങ്ങളുടെ അവിശ്വാസം കൊണ്ട് അവനൊരു ഛേദവും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അവന്റെ അജയ്യത തീർച്ചയായിട്ടും അത്യുന്നതമായി തന്നെ നിലനിൽക്കുന്നതാണ്. അവൻ അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവനാണ്. ആളുകളുടെ ധാർഷ്ട്യം കാണുമ്പോൾ തോന്നും പടച്ച തമ്പുരാൻ എന്തോ ആവശ്യമുണ്ടായിട്ടാണിത്. ആളുകളുടെ സംസാരം കേട്ടാൽ അങ്ങനെയാണ് പലപ്പോഴും തോന്നുന്നത്. അള്ളാഹുവിന് ഇതുകൊണ്ട് എന്തോ നേട്ടമാണ് എന്നത്. ആരുടെ നേട്ടത്തിന് വേണ്ടിയാണ്, ആരുടെ വിജയത്തിന് വേണ്ടിയാണ് എന്നത് അവർ സ്വയം തിരിച്ചറിയട്ടെ. വൈന്ന റബ്ബക ലഹുവൽ അസീസ്, നിന്റെ റബ്ബ് തീർച്ചയായിട്ടും അൽ അസീസാണ്, പ്രതാപമുള്ളവനും അജയ്യനുമാണ്. അതോടൊപ്പം തന്നെ അർ റഹീം, അസീസുർ റഹീം ആണല്ലോ, കരുണയുള്ളവനുമാണ്. അവന്റെ കാരുണ്യത്തിന്റെ ഒരു പ്രകടനമാണ് ഈ കാര്യങ്ങൾ നമ്മളോട് മുൻകൂട്ടി പറയുന്നതും കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് അവസരം നൽകുന്നതും ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ വേണ്ട കഴിവുകളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളതും മുൻഗാമികളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് കാര്യങ്ങളെ നമുക്ക് വിശദമാക്കി തന്നിട്ടുള്ളതൊക്കെ അത് ദൈവിക കാരുണ്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തലമാണ് എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ഈ ആളുകൾ പാരത്രിക ലോകത്തേക്ക് എത്തുമ്പോൾ അവര് കാണിക്കുന്ന ആ വെപ്രാളപ്പെടലും അവരുടെ വിലപിക്കലും മറ്റൊരവസരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വാസികളാകുമായിരുന്നു, ഞങ്ങൾ യുക്തിയും ബുദ്ധിയും ഒക്കെ പ്രയോജനപ്പെടുത്തുമായിരുന്നു എന്നൊക്കെയുള്ള വിധത്തിലുള്ള അവരുടെ കൺഫെഷനൊക്കെ അത് ശിക്ഷ കൺമുന്നിൽ കണ്ടതുകൊണ്ട് അനുഭവിച്ചു തുടങ്ങിയത് കൊണ്ട് മാത്രമുള്ള സംസാരമാണ്. അവര് വിശ്വാസികളാവാൻ പോകുന്നേയില്ല. അവർക്ക് വിശ്വാസികളാവാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഇപ്പൊ വിശ്വാസികളായിട്ടില്ല എന്നല്ല. ഭൗതിക ലോകത്ത് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന പരീക്ഷണാത്മകമായ ഈ ജീവിതം ഉണ്ടല്ലോ, അതുപോലെ ഒരു സാഹചര്യത്തിൽ സത്യം അംഗീകരിച്ച് വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധരാകുന്നവരെ അല്ല ഇവര്. ഇവർക്ക് ഒരവസരം കൂടി എന്നല്ല, 1000 അവസരം വീണ്ടും ലഭിച്ചാൽ പോലും ഇവർക്ക് ഉള്ള വിധി യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് അള്ളാഹു നൽകുന്ന സൂചന. വൈന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, തീർച്ചയായിട്ടും നിന്റെ റബ്ബ് ഏറ്റവും ഏറെ പ്രതാപമുള്ളവനും അജയ്യനും അതുപോലെ കരുണാവാരിധിയുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യമുണ്ടല്ലോ, ഈ കുറ്റവാളികളാണ് ഞങ്ങളെ ഈ വിധത്തിൽ വഴിപഴപ്പിക്കുകയുണ്ടായത് എന്ന വിധത്തിലുള്ള സംസാരം. ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ വേറെയും സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അറാഫില്, സൂറത്ത് ഹാമീം അസ്സജദയില്, സൂറത്തുൽ അഹ്സാബില് ഒക്കെ ഈ സംസാരത്തിന്റെ വിശദാംശങ്ങളോട് കൂടിയിട്ട് കാണാൻ കഴിയും. അപ്പോ സൂറത്തുൽ അറാഫില് പറയുന്ന ഒരു വാചകം, റബ്ബന ഹഉലാഇ അളല്ലൂന, പടച്ച തമ്പുരാനെ ഞങ്ങളുടെ നാഥ, നീ ഹഉലാഇ അളല്ലൂന, ഇക്കൂട്ടരാണ് ഞങ്ങളെ വഴിപഴപ്പിക്കുകയുണ്ടായത്. ഫആതിഹിം അദാബൻ ളിഅഫൻ മിനൻ നാർ, അവർക്ക് നരകശിക്ഷ നീ ഇരട്ടിപ്പിച്ച് നൽകണമേ എന്നാണ് ഈ വഴിപിഴപ്പിക്കപ്പെട്ട ആളുകള് അവരെ വഴിപിഴപ്പിച്ച ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നത്. അള്ളാഹുവിന്റെ മറുപടി ആ ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയാണ്. അള്ളാഹു പറയുന്നത് ലികുല്ലിൻ ളിഅഫ്, എല്ലാവർക്കും ഉണ്ട് ഇരട്ടി ശിക്ഷ. വലാകില്ലാത്ത അലമൂൻ, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ്. അപ്പോ ഇവരാണ് ഞങ്ങളെ വഴിപഴപ്പിച്ച കുറ്റവാളികള്, അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ എന്നാണ് വഴിപഴച്ച ആളുകൾ പറയുന്നത്. അപ്പൊ അള്ളാഹു പറയുന്ന എല്ലാവർക്കും ഉണ്ട് ഇരട്ടി ശിക്ഷ എന്നാണ്. കാരണം എന്താ, ഈ വഴിപഴച്ച ആളുകള് തീർത്തും നിർദോഷികളായിട്ട് ജീവിച്ചവരല്ല. അവരും അവരുടെ ടേൺ അനുസരിച്ച് ഒരുപാട് പേരെ വഴികേടില് തള്ളിവിട്ടിട്ടുണ്ട്. സത്യമാർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടസ്സമായിട്ട് അവർ നിന്നിട്ടുണ്ട്. ആളുകളെ തെറ്റായ മാർഗത്തില് നിലക്കൊള്ളാൻ അവര് പല നിലക്കും കാരണമായിട്ടുണ്ട്. ഇവര് വഴികേടിലായി എന്ന പോലെ ഇവര് പലരെയും വഴികേടിലാക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. മറ്റൊരിടത്ത് സൂറ ഹമീം അസ്സജദയിൽ കാണാം,
വഖാലല്ലദീന കഫറു റബ്ബന അരിനല്ലദീന അളല്ലാന. പടച്ച തമ്പുരാനെ, ഞങ്ങളെ വഴിപഴപ്പിച്ച ആളുകളെ ഒന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിലും ഇൻസുകളിലും മനുഷ്യരിലും ഒക്കെ പെട്ട ഞങ്ങളെ വഴിപഴപ്പിച്ച ആളുകളെ. എന്തിനാണ്? നജഅൽഹുമാ തഹത അഖ്ദാമിന, ഞങ്ങൾ അവരെ ഞങ്ങളുടെ കാലുകൾക്കടിയിൽ ചവിട്ടി തേക്കട്ടെ എന്നാണ് അവർ പറയുന്നത് ആ ഘട്ടത്തിൽ. നജഅൽഹുമാ, ഈ രണ്ടു കൂട്ടരെയും, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഞങ്ങളെ പഴപ്പിച്ച ആളുകളെ ഓരോന്ന് ഞങ്ങളെ കൺമുന്നിലേക്ക് ഒന്നും ഇങ്ങോട്ട് എത്തിച്ചു തന്നാൽ ഞങ്ങൾക്ക് അവരെ കാലിനടിയിലിട്ട് ചവിട്ടി തേക്കാമായിരുന്നു എന്നാണ് ഈ വഴി പഴപ്പിക്കപ്പെട്ട ആളുകള് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഘട്ടത്തില് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോ മറ്റൊരിടത്ത് സൂറത്തുൽ അഹ്സാബിൽ കാണാം ഇങ്ങനെ, ഇന്നാ അതാഅന സാദത്തന വകുബ്രിയ ഇന, ഞങ്ങള് ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയന്മാരെയും ഒക്കെ പിൻപറ്റുകയാണ് ചെയ്തത്. ഫഅദല്ലൂന സബീൽ, അവര് ഞങ്ങളെ പഴപ്പിച്ചു കളഞ്ഞു. റബ്ബന ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, പടച്ച തമ്പുരാനെ നീ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ. വൽഅൻഹും ലഅനൻ കബീറ, അവരെ അതികഠിനമായി ശപിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ പിൻഗാമികളായി വഴിപഴച്ചു പോയി അതിന്റെ പരിണിതി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകള് ആ ഘട്ടത്തില് അള്ളാഹുവിനോട് പറയുന്നത്. നേതാക്കന്മാരും വലിയന്മാരും ഏത് സമൂഹത്തിലുമുള്ള സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരം ആളുകൾ, നേതാക്കന്മാര് സാദത്തുകളാണ്, അതുപോലെ കിബ്രിയ ആണ്, വലിയ വലിയ ആളുകളാണ് എന്ന നാട്യത്തില് ജനങ്ങളെ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്ത് നടന്നിരുന്ന ആളുകൾ. ഇവരാണ് ഞങ്ങളെ വഴിപഴപ്പിച്ചത്, അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ എന്നാണ് അള്ളാഹുവിനോട് ഈ ആളുകൾ ആ ഘട്ടത്തിൽ പറയുന്നത്. അള്ളാഹു പറയുന്ന എല്ലാവർക്കും ഉണ്ട് ഇരട്ടി ശിക്ഷ. എല്ലാവരും അവരുടേതായ റോളില്, അവരുടേതായ അവസരങ്ങളില് മറ്റുള്ളവരെ വഴിപഴപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട്, വേണ്ടതിന് മാത്രം എന്നാണ് ആ ഘട്ടത്തിൽ അവരോട് പറയപ്പെടുന്നത്. മറ്റൊരു സൂറത്ത് സുഖ്റുഫിൽ ഇങ്ങനെ കാണാം, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, അന്ന് ഏറ്റവും അടുത്ത ചങ്ക് കൂട്ടുകാര് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളുണ്ടല്ലോ, ഹമീം, സദീഖുൻ ഹമീം എന്നൊക്കെ പരാമർശിച്ച് വലിയ ആത്മമിത്രങ്ങളായിരുന്ന ആളുകൾ, അവര് പരസ്പരം ശത്രുതയിലായിരിക്കും. മുത്തഖികൾ ഒഴികെ, മുത്തഖികളായിട്ട് തഖ്വയുടെ അടിസ്ഥാനത്തിൽ, ദൈവഭക്തിയുടെയും ജീവിത സൂക്ഷ്മതയുടെയും അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹബന്ധത്തിലും സൗഹൃദത്തിലും കഴിഞ്ഞ ആളുകളുണ്ട്. അവര് പാരത്രിക ലോകത്തും വലിയ ചങ്ങാത്തവും സ്നേഹബന്ധത്തിലും ഒക്കെ തന്നെ ആയിരിക്കും. എന്നാൽ അധർമ്മം പിൻപറ്റുന്ന കാര്യത്തിലും സൂക്ഷ്മതയില്ലായ്കയുടെ കാര്യത്തിലും തെറ്റായ മാർഗം സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ കൈകോർത്ത് നിന്ന വലിയ ചങ്ങാത്തം കാണിച്ച ആളുകളുണ്ട്. അവര് പാരത്രിക ലോകത്ത് പരസ്പരം വലിയ ശത്രുതയിലും വിദ്വേഷത്തിലുമായിരിക്കും. അവര് പരസ്പരം ഒരു നിലക്കും പിന്തുണ കൊടുക്കുന്നവരോ സഹായിക്കുന്നവരോ ആയിട്ട് അവിടെ ഉണ്ടാവില്ല എന്നാണ് സൂറത്ത് സുഖ്റുഫിലെ ഒരു ആയത്തില് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറയുന്നത്, വലൗ റുദ്ദൂ ലആദു ലിമാ നുഹൂ അൻഹു, ഇവരെ തിരിച്ചയക്കപ്പെട്ടു എന്ന് തന്നെ കരുതുക. മറ്റൊരു അവസരം നൽകിക്കൊണ്ട് ഇവരെ വീണ്ടും ജീവിത പ്രക്രിയയിലേക്ക് തിരിച്ചയക്കപ്പെട്ടുവെങ്കിൽ വലൗ റുദ്ദൂ, എന്താ അവര് ചെയ്യല, ആദൂ ലിമാ നുഹൂ അൻഹു, എന്തായിരുന്നോ അവർക്ക് വിലക്കിയിട്ടുണ്ടായിരുന്നത് അതിലേക്ക് തന്നെ അവർ തിരിച്ചു പോകുമായിരുന്നു. രണ്ടാമതൊരു അവസരം കിട്ടിയത് കൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നവർ ആവുകയില്ല ഇവരൊരിക്കലും തന്നെ. ഏത് വിധത്തിലാണോ അവർ ധിക്കാരം കാണിച്ചത് നേരത്തെ, അതേ വിധത്തിൽ ധിക്കാരം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഭൂമുഖത്ത് അവര് ആ അവസരം പ്രയോജനപ്പെടുത്തുക എന്നാണ് അല്ലാഹു വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ചില ചോദ്യങ്ങൾ ചിന്മയ എന്ന പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് പലതും ആവർത്തനമാണ്, പലതും ഖുർആന്റെ അടിസ്ഥാന ആശയങ്ങളെ തള്ളിക്കളയുന്ന വിധത്തിലുള്ളതാണ്. അയാൾക്ക് ദൈവവിശ്വാസം തന്നെ ഉണ്ടോ എന്നത് സംശയകരമാണ്. എന്തായാലും ഈ കമന്റ്സും അതുപോലെ ചോദ്യങ്ങളും അതിനുള്ള പ്രതികരണങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായിട്ട് നൽകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോ
ഇന്ന് സമയം അതിക്രമിച്ചുകൊണ്ട് സാധിക്കുന്നു തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.